നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ 9 തളിപ്പറമ്പ് നഗരത്തെ തീ വിഴുങ്ങിയ ദിവസം. തളിപ്പറമ്പ് നഗരത്തിലെ KV കോംപ്ലക്സിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി വ്യാപാരികളുടെ സ്വപ്നങ്ങളാണ് പൊലിഞ്ഞത്. 40ഓളം വ്യാപാര സ്ഥാപനങ്ങൾ, 100ഓളം കടമുറികൾ പൂർണ്ണമായും കത്തിനശിച്ചു. കോടികളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ഓരോരോ വ്യാപാരികൾക്കും ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ ആ തീപിടുത്തത്തിൽ ഉണ്ടായി. വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഈ തീപിടുത്തത്തെ തുടർന്ന് വ്യാപാരികൾ. പക്ഷേ ഈ വ്യാപാരികളുടെ ഏക പ്രതീക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നഷ്ടപരിഹാരം ലഭിക്കും, എന്തെങ്കിലും പ്രത്യേക സഹായ പാക്കേജുകൾ പ്രഖ്യാപിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും അത്തരത്തിലൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് സർക്കാർ തളിപ്പറമ്പിലെ തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടം നേരിട്ട വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകാത്തത്? തളിപ്പറമ്പിലെ വ്യാപാരികളെ സർക്കാർ മറന്നോ? ഈ ഒരു വിഷയമാണ് ഓപ്പൺ ഫോറം ഇന്ന് പരിശോധിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തളിപ്പറമ്പ് മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് KS റിയാസ്, തളിപ്പറമ്പിലെ വ്യാപാരിയും ഈ തീപിടുത്തത്തിൽ വലിയ നഷ്ടം നേരിടുകയും ചെയ്ത MP മൊയ്തു, ഒപ്പം മാധ്യമപ്രവർത്തകനായ MK മനോഹരൻ എന്നിവരാണ്. 3 പേരെ ഞാൻ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യം സംഘടനാ നേതാവായ KS റിയാസിലേക്ക് പോവുകയാണ്. ശ്രീ റിയാസ്, അന്നുണ്ടായ തീപിടുത്തം, ആ ഒരു നടുക്കുന്ന ഓർമ്മ ഇന്നും നിങ്ങളിൽ ഉണ്ടാകും. അന്ന് എത്ര വ്യാപാര സ്ഥാപനങ്ങൾക്കാണ് കൃത്യമായി നാശനഷ്ടം നേരിട്ടത്? എത്ര രൂപയുടെ നഷ്ടം ശരിക്ക് അന്ന് സംഭവിച്ചിട്ടുണ്ട്? 2025 ഒക്ടോബർ 9 വൈകിട്ട് ഏകദേശം 4:50 നമ്മുടെ തളിപ്പറമ്പ് പട്ടണത്തിൽ KV കോംപ്ലക്സിൽ ചെറിയൊരു തീപിടുത്തം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു വിവരം അറിയുകയും ഉടൻ തന്നെ നമ്മൾ ഫയർഫോഴ്സിനെയും മറ്റും വിളിച്ച് അവിടെയുള്ള നമ്മുടെ സംഘടനയുടെ നേതാക്കന്മാര്, ഓട്ടോ ഡ്രൈവർമാര്, പൊതുജനങ്ങൾ എല്ലാവരും വന്ന് തീ കെടുത്തുന്നതിനുള്ള ശ്രമം നടത്തുകയും, എന്നാൽ ആ ഒരു തീ ഒരു അരമണിക്കൂർ കൊണ്ട് അങ്ങനെ ആളിപ്പടർന്നു. ഏകദേശം 9-9:30 മണിയാകുമ്പോഴാണ് അത് നമുക്ക് നിയന്ത്രണ വിധേയമായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു പ്രയാസഘട്ടങ്ങളിലായിരുന്നു നമ്മളൊക്കെ. കാരണം KV കോംപ്ലക്സിൽ 100ഓളം ഷോപ്പുകളിൽ 39ഓളം സംരംഭകരായിട്ടാണ് ആ ഒരു സ്ഥാപനത്തിൽ ഉപജീവനം നടത്തുന്നത്. കാരണം ഈ ഒരു 39ഓളം സംരംഭകർ എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് എന്നോടൊപ്പം സംവദിക്കുന്ന ഷാലിമാർ, അവർക്ക് ഏകദേശം 20-23 റൂമുകളാണുള്ളത്. അതുപോലെ ഓരോ സ്ഥാപനങ്ങൾക്കും 5-6 റൂമുകളുണ്ട്. അന്ന് ഈ ഒരു ആഘാതം വന്നപ്പോൾ ഒരുപാട് ആളുകൾ ആശ്വസിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മൾക്ക് സഹായങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തിക സഹായം സർക്കാർ തലത്തിൽ നിന്നും നമുക്ക് ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൽ തന്നെ നടുക്കുന്ന ഒരു തീപിടുത്തമാണ് ഉണ്ടായത്. നമ്മുടെ പട്ടണങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലും ഇതുപോലെയുള്ള തീപിടുത്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊന്നുകിൽ സംഘടനകൾ, അതുപോലെ തന്നെ മറ്റ് ഗ്രൂപ്പിലുള്ള ആളുകൾ, മറ്റ് കച്ചവടക്കാരൊക്കെ സഹായിച്ചിട്ടാണ് മുന്നോട്ട് പോകാറുള്ളത്. തളിപ്പറമ്പിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഭരണസമിതി വന്നതിന് ശേഷം പല തീപിടുത്തങ്ങൾ ഉണ്ടായപ്പോഴും അതൊക്കെ നമുക്ക് സർവൈവൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു തീപിടുത്തം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇപ്പോഴും അതിന്റെ വിഷ്വൽ കാണുമ്പം വലിയ പ്രയാസത്തിലാണ്. ഇന്നലെ വരെ നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോയത്. വിധിയെ നമുക്ക് ആർക്കും തടുക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും നമ്മൾക്ക് സഹായം ധനം ലഭിച്ചത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ നിന്നായിരുന്നു നമുക്ക് സഹായധനം ലഭിച്ചത്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണകർത്താക്കള്, ജനപ്രതിനിധികളൊക്കെ വന്നിരുന്നു. ബഹുമാന്യനായ MP ഗോവിന്ദൻ മാസ്റ്റർ MLA, അദ്ദേഹം പിറ്റേന്ന് തന്നെ വിളിച്ച താലൂക്ക് വികസന സമിതി നടക്കുന്ന താലൂക്ക് വികസന ഹാളിൽ വെച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളോട് സംസാരിക്കുകയും അതുപോലെ തന്നെ നമ്മൾക്ക് സഹായ വാഗ്ദാനങ്ങളും, കൂടാതെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സംരംഭങ്ങൾ പുതുതായിട്ട് വരുമ്പോൾ നമ്മൾക്കറിയാം ആ ഒരു കെട്ടിടം പണിതിട്ട് ഏകദേശം വർഷങ്ങളായി. കെട്ടിടവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ ഒരു പ്രയാസവുമില്ലാതെ അവർക്ക് വേണ്ട ഇളവുകളും അതുപോലെ തന്നെ നല്ല സപ്പോർട്ട് കൊടുക്കണം എന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകുന്നതിനും നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. ഞങ്ങളത് കൃത്യമായ കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് തീപിടുത്തം കഴിഞ്ഞു, അതിന്റെ വേസ്റ്റ് മാറ്റാൻ പോലും ഏകദേശം 2ഓളം മാസം നമുക്ക് വൈകിയിരുന്നു. കാരണം നമ്മൾ ചെയ്യാത്തതല്ല, ചില ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേട് എന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കത് ഏറ്റവും വേഗത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ പല ഉദ്യോഗസ്ഥന്മാരും ഉറക്കം നടിച്ചിട്ടായിരുന്നു ശ്രമിച്ചത്. എന്നാൽ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ PWDയും KSEBയും പ്രത്യേകിച്ച് നമ്മുടെ തഹസിൽദാർ അടക്കമുള്ള ആളുകൾ നമ്മൾക്ക് നല്ല സഹായങ്ങൾ തന്നിട്ടുണ്ട്.
ഇതിനു വേണ്ടിയിട്ട്. അതുപോലെ MLAക്ക് ഞങ്ങൾ 1, 2, 3 തവണ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ കൊടുത്തിരുന്നു. അന്ന് അപേക്ഷകൾ കൊടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾക്കറിയാം, സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു സഹായങ്ങൾ ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കണമെങ്കിൽ കൃത്യമായ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് നമ്മൾക്ക് സഹായധനത്തിനുള്ള അപേക്ഷ കൊടുക്കേണ്ടത്. KSEB 3 തവണ, അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റൊക്കെ 1, 2 തവണ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വെച്ച് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന്, അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന്, അതുപോലെ തന്നെ PWയുടെയും കെട്ടിടത്തിന്റെയും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന്, തീ പടർന്നപ്പോൾ കെട്ടിടം ഇനി അങ്ങോട്ട് നമ്മൾക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് നടത്തി ഏറ്റവും വലിയ രീതിയിൽ അതിനുള്ള ക്രമീകരണങ്ങളും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ പോലും നമ്മൾക്ക് ജില്ലാ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സഹായധനം മാത്രമാണ് ലഭിച്ചത്. സർക്കാരിന്റെ സഹായധനങ്ങൾ ലഭിച്ചില്ല. പിന്നീട് നമ്മൾക്കറിയാം, ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു ഇലക്ഷൻ പ്രഖ്യാപനം നടത്തുന്നതിന് ഒരു 10 ദിവസം മുമ്പ് നമ്മൾ MLAയുടെ സമക്ഷത്തിൽ വീട്ടിൽ തന്നെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം മുഖ്യമന്ത്രിയെ അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്കറിയാലോ, നമുക്ക് കാലതാമസം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞങ്ങളത് കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നു. പുതിയ ഭരണസമിതി വന്നപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട MLA അതുപോലെ തന്നെ മുനിസിപ്പൽ ഭരണസമിതികൾ ഏറ്റവും വകുപ്പ് അടിസ്ഥാനത്തിലുള്ള ആളുകൾക്കൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കീഴിലൊക്കെ ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് വീണ്ടും കാത്തു നിൽക്കുകയാണ്. ഇതുവരെയായിട്ട് നമുക്ക് 1 രൂപ പോലും സർക്കാർ തലത്തിൽ നിന്നുള്ള സഹായധനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കേന്ദ്രവും കേരളവും ആര് ഭരിച്ചാലും നമ്മൾക്കറിയാം, നമ്മുടെ നാടിന്റെ നികുതിദായകരായിട്ടുള്ള, തൊഴിൽ കൊടുക്കുന്ന, അതുപോലെ നമ്മുടെ നാടിന്റെ വികസനത്തിനും അതുപോലെ തന്നെ സംഭാവനകൾ നൽകുന്ന ഇതുപോലെയുള്ള സാധാരണ വ്യാപാരികളുടെ വിഷയത്തിൽ സർക്കാരും അതുപോലെ തന്നെ അധികാരികളും കണ്ണടച്ചിരിക്കുകയാണോ എന്ന ഒരു സംശയം നമ്മൾക്കുണ്ട്. കാരണം നമ്മൾ ഇത്രയും മാസമായിട്ടും തരാത്തതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പത്രസമ്മേളനവും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ടു. ഏറ്റവും സങ്കടകരമായ ഒരവസ്ഥ, നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു കത്ത് കിട്ടുകയും ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഫയലുകൾ അതത് ഡിപ്പാർട്ട്മെന്റിൽ എത്തിയോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവിടെയുള്ള താലൂക്ക് അതുപോലെ തന്നെ മന്ത്രിയുടെ പ്രത്യേക പരിഗണനയിലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സമീപിച്ചപ്പോൾ ആ ഒരു ഫയൽ അവിടെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വളരെ സങ്കടകരം. എന്നാൽ അത് എന്താണ് എത്താത്തത്, അത് കീഴ് ഓഫീസിലുണ്ടോ എന്നുള്ളത് അവർ അന്വേഷിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ നടത്തി. MLA വളരെ പോസിറ്റീവായിട്ട് TK ഗോവിന്ദൻ പുതിയ MLA നമ്മളടുത്ത് സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളിലും ഈ കച്ചവടക്കാർക്ക് തക്കതായ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഓർമ്മ ശരിയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു വലിയൊരു പാക്കേജ് തീപിടുത്തമുണ്ടായപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ സഹായങ്ങൾ കിട്ടിയതും കിട്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് തന്നെയായാലും തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പിടിച്ചുവയ്ക്കുക, അതായത് 100ഓളം ഷോപ്പുകൾ കത്തി അതിലുള്ള സാധന സാമഗ്രികൾ, അതിന്റെ ഫർണിച്ചറുകൾ, ചരക്കുകൾ എന്ന് വേണ്ട വലിയ സ്വപ്നങ്ങൾ ഇല്ലാതാവുകയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ കെട്ടിട ഉടമകളാണ്. ആ കെട്ടിട ഉടമകൾക്ക് ഇനി അങ്ങോട്ട് സാധാരണ നമ്മൾക്കറിയാം, ഒരു കെട്ടിടം ഉണ്ടാവുമ്പോൾ അതിന് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും എന്ന് പറയുന്നത് ഒരേ രീതിയിലായില്ല വാടകയല്ല അവർക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ അവർക്കും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ വ്യാപാരികൾ അവരോടൊപ്പം നിന്ന് സാങ്കേതികമായിട്ടും നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സഹായങ്ങൾ നൽകിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നഷ്ടങ്ങളുടെ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നങ്ങൾ തകരുകയാണ്. അതിന് എത്ര കോടി വിലമതിക്കും എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് വിലമതിക്കാനോ അല്ലെങ്കിൽ അതിനൊരു വിലയിടാനോ സാധിക്കില്ല. കാരണം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമയം, അതുപോലെ തന്നെ അവർക്ക് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് അവര് സ്വർണം പണയം വെച്ചിട്ടും വലിയ ലോൺ എടുത്തിട്ടും അതുപോലെ തന്നെ മറ്റു രീതിയിലൊക്കെ ഇന്ന് നമ്മൾക്കറിയാം ഏകദേശം 10-ലധികം ഷോപ്പുകൾ തുറന്നത് ഇതേ രീതിയിലാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിന് പോയപ്പോൾ രാജധാനി സൂപ്പർ മാർക്കറ്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ഖാദർ സാഹിബ് അടക്കം പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ലഭിച്ചോ എന്നുള്ളത്. നമ്മളോട് സംവദിക്കുന്ന മൊയ്തീൻകുട്ടി എന്റെ സുഹൃത്താണ്, ഞാൻ നിരന്തരം ഇടപെടുന്ന ആളാണ്. അദ്ദേഹം ഇതേ ചോദ്യം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിശ്രമം നിർത്തിയിട്ടില്ല. നമ്മൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോകും. ഇതുമില്ലെങ്കിൽ നമ്മൾ സമര പരിപാടിയും പ്രതിഷേധവുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് സംഘടനാ തലത്തിലുള്ള തീരുമാനവും. അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ വിശ്വസിച്ച അല്ലെങ്കിൽ നമ്മുടെ നാടിന് സേവനം ചെയ്ത വ്യാപാരികളുടെ ഉയർത്തെഴുന്നേൽപ്പ് അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ശരി, ഞാൻ അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് വരാം. ശ്രീ MP മൊയ്തു, ഈ തീപിടുത്തത്തിൽ വലിയ നഷ്ടം നേരിട്ട ഷാലിമാർ എന്ന സ്ഥാപനത്തിന്റെ ഉടമകളിൽ ഒരാളാണ് താങ്കൾ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശ്രീ റിയാസ് സൂചിപ്പിച്ചതുപോലെ ഇതുവരെ സഹായമൊന്നും ലഭിച്ചിട്ടില്ല. അത്തരമൊരു സഹായം ലഭിക്കുന്ന ഒരു പ്രതീക്ഷ നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാപനമൊക്കെ തന്നെ അതിന്റെയൊക്കെ പ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ രണ്ടാമത് അത് പോരാനുള്ള ശ്രമത്തിലാണ്.
പക്ഷെ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ പിന്നെ വിഷമത്തിലാണ് ഉള്ളത്. അപ്പം നമുക്കിപ്പം ഇതിനോടനുബന്ധിച്ച് പിന്നെ ഒരു സഹായം ഗവൺമെന്റ് തലത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ വ്യാപാര വ്യവസായത്തിന്റെ വഴിയിലുള്ള ഒരു സഹായമാണ് നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിപ്പം നമുക്ക് രണ്ടാമത് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് എന്തായാലും വേണ്ടി വരും. അപ്പൊ അതിനുള്ള ശ്രമം ഗവൺമെന്റ് ഇനി പുതിയ ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും നമുക്ക് കിട്ടാനുള്ള ശ്രമിക്കണമെന്നാണ് നമ്മളെ റിയാസിനോടും മറ്റ് നിങ്ങളെ പത്രപ്രവർത്തകരോടും ഞങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണ സഹകരണത്തോടുകൂടി ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. അന്നത്തെ ആ ഒരു നടക്കുന്ന സംഭവത്തെ എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്? ഓർത്തെടുക്കാൻ ഇപ്പോൾ ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. അത്രയും പ്രയാസത്തിലാണ്. പിന്നെ എന്തോ ദൈവം നമുക്ക് പിന്നെ അത് സഹിക്കാനുള്ള ഒരു ശക്തി തന്നുകൊണ്ടാണ് ഇതുവരെ പോകുന്നത്. പറയാമെന്ന് വെച്ചാൽ ഒരുപാട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും പ്രയാസകരമായ സംഭവമാണല്ലോ നടന്നത്. ഇപ്പൊ ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. നല്ല സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പിന്നെ നമ്മൾക്ക് ഇപ്പം കമ്പനിക്കാർ ഇതെല്ലാം കുറച്ച് അങ്ങനെ സഹായിച്ച് തന്നുകൊണ്ട് അവരെ പേയ്മെന്റിൽ കുറച്ച് ഡിലേ തന്നുകൊണ്ടാണ് ഇത്ര വരെ പോകുന്നത്. അതിനൊരു പരിധിയുണ്ട് അവിടെ നിൽക്കുന്നത്. ഒരുപാട് കമ്പനിക്കാർക്ക് നമുക്ക് പബ്ലിക് സ്റ്റാൻഡിങ് നല്ല എമൗണ്ട് കൊടുക്കാനുണ്ട്. കമ്പനിക്കാർക്കും ബിസിനസ്സുകാർക്കെല്ലായിട്ട് ഒരുപാട് ഫണ്ട് കൊടുക്കാനുണ്ട്. അല്ല അവരിങ്ങനെ നമ്മളെ ആ സർവീസ് ഇതെല്ലാം കണ്ടിട്ട് സഹായിച്ചുകൊണ്ടാണ് ഇതുവരെ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ രണ്ടാമത് തുടങ്ങണമെങ്കിൽ നല്ല ലക്ഷക്കണക്കിന് ഉറുപ്പിക എന്തായാലും വേണ്ടി വരും. നമ്മളെ തൊഴിലാളികളും ഒരുപാട് തൊഴിലാളികളുണ്ട്. ശരി, താങ്കളേക്ക് വരാം. ശ്രീ MK മനോഹരൻ, തളിപ്പറമ്പ് ഇന്ന് വരെ കാണാത്ത വലിയൊരു തീപിടുത്തം, അത് നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരാൾ തന്നെയാണ് താങ്കൾ. എങ്ങനെയാണ് ആ ഒരു സംഭവത്തെ താങ്കൾ ഓർത്തെടുക്കുന്നത്? ഈ സംഭവത്തിന് ശേഷം ഈ വ്യാപാരികളൊക്കെ തന്നെ ഇപ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഒരു സഹായവും ലഭിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? ഈ സംഭവം നടക്കുന്നത് തളിപ്പറമ്പ് പ്രസ് ഫോറത്തിന് തൊട്ട് ഒരു 10 മീറ്റർ പോലും ദൂരമില്ലാത്ത KB കോംപ്ലക്സിലാണ്. ഞങ്ങളന്ന് വൈകുന്നേരം ഇവിടെ പ്രസ് ഫോറത്തിൽ ഇരിക്കുമ്പോഴാണ് നേരത്തെ റിയാസ് പറഞ്ഞതുപോലെ ചെറിയ രീതിയിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ പെട്ടെന്ന് അത് അണക്കാൻ കഴിയുമെന്നുള്ള ധാരണയിലാണ് എല്ലാവരും ശ്രമിച്ചത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു 15 മിനിറ്റിനകം ഈ നഗരം മുഴുവൻ വിഴുങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള തീഗോളങ്ങളാണ് ആ കോംപ്ലക്സിൽ നിന്നും ഉയർന്നത്. പിന്നീട് നടന്നത് സംഭവങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ആ സംഭവത്തിന് ശേഷം രാത്രിയോട് കൂടിയിട്ട് തീ പൂർണ്ണമായും അണച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഈ കോംപ്ലക്സിലേക്ക് പോകുമ്പോഴാണ് എല്ലാവരും ഇതിൻ്റെ ഏറ്റവും ഭീകരവും ഭീതിദായകവുമായ രംഗങ്ങൾ കാണുന്നത്. കാരണം ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ സകലതും വെണ്ണീറായി മാറിയ, ഇരുമ്പ് പോലും ഉരുകി കട്ട പിടിച്ച് നിൽക്കുന്ന ഷോപ്പുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഷാലിമാറിൻ്റെ ഉടമ, അദ്ദേഹം സാധാ ഒരു വ്യാപാരി മാത്രമല്ല, അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ച ഒരു വ്യാപാരിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിരവധി വികലാംഗരെ, ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ തളിപ്പറമ്പിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് ഷാലിമാർ. ആ ഷാലിമാറിൻ്റെ 23 മുറികളും പൂർണ്ണമായും കത്തി നശിച്ചു. ഒപ്പം അവിടെ ആ കോംപ്ലക്സിലുള്ള എല്ലാ ഷോപ്പുകളും നാശനഷ്ടം വരുന്ന രീതിയിലാണ് സംഭവിച്ചത്. തുടർന്ന് രാഷ്ട്രീയ നേതാക്കന്മാരുടെ, ജനപ്രതിനിധികളുടെ, മന്ത്രിമാരുടെ ഒക്കെ നീണ്ട നിര തന്നെയായിരുന്നു തുടർ ദിവസങ്ങളിൽ ഈ കോംപ്ലക്സ് സന്ദർശനവും വ്യാപാരികളെ ആശ്വസിപ്പിക്കാനും അവരോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കാനും ഒക്കെ മത്സരിക്കുകയായിരുന്നു രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും ഒക്കെ. സ്വാഭാവികമായും അവരുടെയൊക്കെ പ്രസ്താവനകളിൽ നിന്നും വ്യാപാരികൾ വലിയ ആശ്വാസം കൊണ്ടു സർക്കാരിൽ നിന്നും വലിയൊരു ആനുകൂല്യം ലഭിക്കുമെന്നവർ പ്രതീക്ഷിച്ചു. കാരണം കോടിക്കണക്കിന് രൂപ നികുതിയായി വർഷങ്ങളായിട്ട് സർക്കാരിലേക്ക് അടക്കുന്നവരാണ് ഈ കോംപ്ലക്സിലെ മിക്കവാറും എല്ലാ വ്യാപാരികളും. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിഷമസന്ധിയിൽ സർക്കാർ ഞങ്ങളെ കൈവിടില്ല എന്നാണ് കരുതിയത്. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു രൂപ പോലും സർക്കാരിൽ നിന്നോ അതുമായി ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്നോ അവർക്ക് ലഭിച്ചില്ല എന്നുള്ളത്
വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. കാരണം അന്നത്തെ തളിപ്പറമ്പ് MLA ബഹുമാനപ്പെട്ട ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ തൊട്ട് പിറ്റേത്തെ ദിവസം തളിപ്പറമ്പ് തഹസിൽദാരുടെ ചേംബറിൽ ഇത് സംബന്ധിച്ചൊരു യോഗം ചേരുകയും നാശനഷ്ടം വിലയിരുത്താൻ വേണ്ടി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെ അയക്കുകയും അവർ നാശനഷ്ടം വിലയിരുത്തുകയും അതിൻ്റെതായ റിപ്പോർട്ടുകളൊക്കെ സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ എവിടെയോ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. കഴിഞ്ഞ സർക്കാർ അധികാരം വിട്ടൊഴിയുന്നത് വരെ ₹1 പോലും ഈ വ്യാപാരികൾക്ക് ലഭിച്ചിട്ടില്ല. ഒരുപാട് വ്യാപാരികൾ അതുകൊണ്ട് അനുഭവിക്കുന്ന വിഷമതകൾ പിന്നീട് തുടർ വാർത്തകൾ നൽകാൻ തളിപ്പറമ്പിലെ മാധ്യമപ്രവർത്തകർ തയ്യാറായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്ഥിരമായി ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്ന ഒരു യുവാവ് അവിടെ ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. ആ സ്റ്റുഡിയോ പൂർണ്ണമായും കത്തി നശിച്ചു. അദ്ദേഹത്തെ പിന്നീട് സംരക്ഷിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും നാട്ടിലെ സന്നദ്ധ സംഘടനകളെല്ലാവരും കൂടിയിട്ട് സഹായിച്ചിട്ടാണ് കഴിഞ്ഞ മാസം അദ്ദേഹത്തിന് സ്റ്റുഡിയോ വീണ്ടും തുറക്കാൻ സാധിച്ചത്. പല വ്യാപാരികൾ ഇപ്പം അവിടെ ഈ ഹൈവേക്ക് തൊട്ട് അഭിമുഖമായി തന്നെ കിടക്കുന്ന ഫാൻസി ഷോപ്പുണ്ട്. ഷൗക്കത്തലി എന്ന് പറയുന്ന വ്യാപാരി വ്യവസായിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായ ഷൗക്കത്തലിയുടെ ഷോപ്പ്, അതിൻ്റെ 3 നിലയും പൂർണ്ണമായും നശിച്ചതാണ്. അദ്ദേഹം അത് വീണ്ടും പുനർനിർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാനസികമായിട്ട് പോലും അദ്ദേഹത്തിന് കട തുറക്കാൻ സാധിക്കാത്തൊരവസ്ഥ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒരു ഫണ്ട് റേസിംഗ് നടത്തുകയും അവരുടെ പരമാവധി കഴിവ് ഉപയോഗിച്ച് സാമ്പത്തികം സ്വരൂപിക്കുകയും അത് പൂർണ്ണമായും അർഹതയുള്ളവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ജോലിയില്ലാത്ത സമയത്ത് 1 മാസത്തെ വേതനമടക്കം ആ കോംപ്ലക്സിലെ തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ തുച്ഛമായ സഹായമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധിയാണ് അവർ ചെയ്തതെങ്കിലും ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടൊന്നും തന്നെ ഈ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അറിയില്ല. അടിയന്തരമായിട്ടും സർക്കാർ, അത് ഒരു സർക്കാർ എന്ന് പറയുന്നത് ഭരണമാറ്റം ഉണ്ടായാലും സർക്കാരിന്റെ തുടർച്ച തന്നെയാണ് അടുത്ത സർക്കാർ. ആ സർക്കാർ എത്രയും പെട്ടെന്ന് ഈ വ്യാപാരികളെ സഹായിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. മനുഷ്യത്വം, അല്പം ദയ ഇവരോട് കാണിക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ലക്ഷക്കണക്കിന് ഉറുപ്പിക നികുതി ഇനത്തില് മുനിസിപ്പാലിറ്റിക്ക്, GSTക്ക്, അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്, അങ്ങനെ വിവിധ ഏജൻസികൾക്ക് നൽകിക്കൊണ്ടിരുന്ന ഒരു വ്യാപാരികളാണ്. ആ വ്യാപാരികൾക്ക് അവരുടേതല്ലാത്ത ഒരു തെറ്റിന്റെ പേരിൽ, കുറ്റത്തിന്റെ പേരിലാണ് അവരിന്ന് നിരാലംബരായിരിക്കുന്നത്. അവരെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഈ ഭരണാധികാരികൾ ആരെയാണ് സഹായിക്കുക? എന്ത് സഹായമാണ് പിന്നെ അവർ ചെയ്യുക? ആരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്? അതുകൊണ്ട് അടിയന്തരമായും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ശ്രദ്ധ ഉണ്ടാകണമെന്നും ഈ വ്യാപാരികളെ സഹായിക്കണമെന്നുമാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ശ്രീ KS റിയാസ്, ഈ സംഭവം നടക്കുമ്പോൾ സംസ്ഥാനം ഭരിച്ചിരുന്നത് LDF സർക്കാരാണ്. ഇപ്പോൾ ഭരണം മാറിയത് UDF സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ഈ സംഘടനാ തലത്തിൽ നിങ്ങൾ നടത്തിയ ഇടപെടലുകളിൽ ഈ സാമ്പത്തിക സഹായം, നഷ്ടപരിഹാരം വൈകുന്നതിൽ അല്ലെങ്കിൽ ഈ താമസിപ്പിക്കുന്നതിൽ കാരണമായി നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്, കരുതുന്നത് എന്താണ്? സാധാരണ നമ്മൾക്കറിയാം, ഞാനത് സൂചിപ്പിച്ചു, ഞാൻ ആദ്യ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ സർക്കാരിൽ നിന്നും കിട്ടുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒരുപാട് നിബന്ധനകളും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളത് കൃത്യമായിട്ട്, നമ്മൾക്കറിയാലോ, ചില ജെനുവിൻ കേസുകൾ നമ്മൾ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ ചെയ്യണം. സർക്കാർ ഇതുപോലെയുള്ള മനഃപൂർവ്വം കാലതാമസം വരുത്തിയെന്നൊരു ആരോപണമുണ്ടോ? മനഃപൂർവ്വം കാലതാമസം വരുത്തിയെന്ന ആരോപണം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട്. കാരണം ഇത്രയും കാലം സാധാരണ നമ്മൾക്ക് ഒരു താമസം നേരിടുക എന്ന് പറയുന്നത്, നമ്മളിപ്പം ഓഗസ്റ്റ് 9 കഴിഞ്ഞ് ഇതിപ്പം ജൂലൈ 2026 ഇനി 2 മാസം കൂടി കഴിഞ്ഞ് അതിന്റെ വാർഷികം വരാൻ വേണ്ടി പോകും. കാരണം നമ്മൾക്ക് ഇന്നും അത് ഇത്രയും കാലമായിട്ടില്ലേ, 10 മാസം കഴിഞ്ഞാൽ 1 വർഷം ആവാൻ പോകുമ്പോഴും ഇന്നലെ കഴിഞ്ഞ പോലെയാണ് നമ്മൾക്കുള്ളത്. ഇതിന്റെ ഭീകരത അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ഇവിടെ വന്ന ആളുകൾക്കും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്കറിയാം, ഭരണം മാറിയെങ്കിൽ പോലും ജനപ്രതിനിധികളായാലും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളായാലും ഇത് നേരിൽ കണ്ട് വന്ന ആളുകളാണ്. കാരണം നമ്മൾക്ക് നമ്മളുടെ അടുത്ത് പല ആളുകളും നിരുത്സാഹപ്പെടുത്തിയിരുന്നു, നിങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഹായങ്ങൾ ലഭിക്കില്ല എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള, അതായത് ചില ആളുകൾ താല്പര്യത്തോട് പറയെങ്കിൽ പോലും നമ്മൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം സർക്കാർ ഏതായാലും പൊതുവെ നമ്മൾക്കറിയാം, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന ഈ ഒരു സംഘടനയ്ക്ക് നമ്മളിൽ എല്ലാ സംഘടനയുടെ ആളുകളും, എല്ലാ മതസംഘടനയുടെ ആളുകളും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള കച്ചവടക്കാരും ഉണ്ട്. ചെറുകിടക്കാരെന്ന വലിയ ആരും ഇതിൽ മാറ്റമില്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് പോയത്. നമ്മൾ ഭരിക്കുന്ന കഴിഞ്ഞ പിണറായി സർക്കാർ ഭരിച്ച സമയത്തും അതുപോലെ തന്നെ ഇപ്പോൾ VD സതീശൻ വന്ന സമയത്തും നമ്മൾക്ക് ഒരേ ഒരു ആവശ്യം നമ്മുടെ വ്യാപാരികളുടെ അല്ലെങ്കിൽ വ്യാപാര മേഖലയിലുള്ള ഈ ഒരു പ്രത്യാഘാതം സംഭവിച്ച ആളുകളെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ വൈകിയെങ്കിൽ പോലും നമ്മൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. കഴിഞ്ഞ ഭരണസമിതിയിൽ അതെന്താ ചെയ്തതെന്നുള്ളത് ഇപ്പൊ നമ്മൾക്കറിയാലോ. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ചില ഉദ്യോഗസ്ഥന്മാര് വളരെ നിരുത്സാഹപരമായിട്ട് അവർ പെരുമാറിയിട്ടുണ്ട്. അത് മുനിസിപ്പാലിറ്റിയിലായാലും അതുപോലെ തന്നെ സർക്കാരിലായാലും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലായാലും അതുപോലെ നമ്മളോട് ആത്മാർത്ഥമായി സഹകരിച്ച ഒരുപാട് അതെന്തുകൊണ്ടാവും ശ്രീ റിയാസ്? ചില ഉദ്യോഗസ്ഥർ നിങ്ങളോട് ഇത്തരത്തിൽ ഒരു പ്രതികാര സ്വഭാവത്തിൽ ഇടപെട്ടിട്ടുണ്ടാവോ? തീർച്ചയായിട്ടും അത് ഇടപെട്ടതിന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ തളിപ്പറമ്പിലുള്ള ഏതൊരാൾക്കും ആ കാര്യങ്ങൾ ബോധ്യപ്പെടും. കാരണം ആ രീതിയിൽ പല ആളുകളും ചെയ്തിരുന്നു. പക്ഷേ അതേ ഡിപ്പാർട്ട്മെന്റിലുള്ള ഹയർ ഉള്ള ആളുകൾ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, കൗൺസിലർമാര്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാര് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മളോട് പെരുമാറിയത്. പക്ഷേ നമ്മൾക്കറിയാലോ, നമ്മുടെ ഇതൊരു രാഷ്ട്രീയ പാർട്ടി സംഘടനയുടെ ഒരു സംഘടനയല്ല നമ്മളത് സ്വാഭാവികം. നമ്മൾക്കറിയാം, ഇവിടെ മറ്റുള്ള ആളുകൾ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മൾ നികുതി അടച്ച് അനുമതി തേടി അതുപോലെ തന്നെ സർക്കാരിനെ സഹായിക്കുന്ന രീതിയിലുള്ള മുന്നോട്ട് പോകുന്നൊരു സംഘടനയാണ്. നമ്മൾക്ക് രാഷ്ട്രീയമില്ല. നമ്മളിപ്പോ വെറുതെ ഒരു കുറവുകൾ വിളിച്ചു പറഞ്ഞ് ആരെങ്കിലും ഒരാളെ അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യാനോ നമ്മൾ നിൽക്കുന്നില്ല. പക്ഷേ നമ്മൾക്ക് കിട്ടേണ്ട ന്യായമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ട ന്യായമായ നഷ്ടപരിഹാരങ്ങൾ അത് ആരും വൈകിപ്പിച്ചോ അവർക്ക് എതിരെ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളത് കൃത്യമായ രീതിയിൽ തന്നെ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വെച്ച ഓരോ ഫയലിന്റെയും ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് വിശകലനം ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ചില ക്രമീകരണങ്ങൾ എനിക്കിപ്പം പറയാൻ സാധ്യമല്ല. കാരണം അതിന്റെ ഒരു അന്വേഷണത്തിന്റെ വക്കീലുള്ളത്. ആ അന്വേഷണം പൂർത്തീകരിച്ച് ഇതിന്റെ പിന്നിൽ ആരാണോ കളിച്ചത് അത് കൃത്യമായ രീതിയിൽ ജനങ്ങളെ നമ്മൾ എന്തായാലും അറിയിക്കും എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ. തീർച്ചയായിട്ടും അത് നമ്മൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ അത് ഒരു ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ തിരിയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മുടെ കച്ചവടക്കാരുടെ നിലനിൽപ്പാണ്. നമ്മൾക്ക് നമ്മുടെ കച്ചവടക്കാരെ ആശ്രയിച്ചു കഴിയുന്ന തൊഴിലാളികളുടെ നിലനിൽപ്പാണ്. നമ്മൾക്ക് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെ ആശ്രയിച്ചു കഴിയുന്ന കെട്ടിട ഉടമകളുടെ നിലനിൽപ്പാണ് നമ്മൾക്ക് ആവശ്യം. അല്ലാതെ നമ്മൾക്ക് ആരെങ്കിലും തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ മറ്റുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യാനോ അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നഷ്ടപരിഹാരം ലഭിക്കണം. ഈ നഷ്ടപരിഹാരം ഇത്രയും വൈകിയതിനുള്ള കാരണങ്ങൾ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അത് കൃത്യമായി പഠിച്ച് അതിന്റെ കൃത്യമായ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുൻപിൽ തന്നെ ഞങ്ങൾ അത് കൊണ്ടുവരും എന്നുള്ളതാണ് സംഘടനയുടെ തീരുമാനം. ശരി. ശ്രീ MP മൊയ്തു, ഈ സംഭവം നടന്ന അന്നും അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമൊക്കെ തന്നെ നേരത്തെ ശ്രീ മനോഹരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ തന്നെ അവിടെ എത്തിക്കാണും, നിങ്ങളെ ആശ്വസിപ്പിച്ച് കാണും, എല്ലാവിധത്തിലുള്ള സഹായങ്ങളും വാഗ്ദാനവും ചെയ്തു കാണും. പക്ഷേ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു സഹായവും ലഭിക്കാത്തതിൽ വലിയ വിഷമവും രോഷവും ഒക്കെ ഉണ്ടാകും. ഈ മനഃപൂർവ്വം അധികാരികൾ അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനങ്ങൾ നിങ്ങളെ മറന്നു എന്ന തോന്നലുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ മനഃപൂർവ്വം മറന്നോ ഇല്ലോ എന്നുള്ളത് അതിപ്പം കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം റിയാസ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് തോന്നുന്നത്. അന്ന് ഒരുപാട് വാഗ്ദാനങ്ങള് MLA അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് മന്ത്രിമാരും വന്നിട്ടുണ്ടായിരുന്നു, MP മാരുണ്ടായിരുന്നു. അവരെല്ലാം നല്ലൊരു സപ്പോർട്ട് വന്നതിനെ വേണ്ടി നല്ലൊരു സപ്പോർട്ട് ചെയ്യും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും ഇതുവരെ ഗവൺമെന്റ് തലത്തുനിന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നേതാക്കന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരം, ശാലയിലും കോഴിക്കോടൊക്കെ ഇപ്പോഴത്തെ നടന്നപ്പോൾ ഗവൺമെന്റ് തലത്തിൽ പ്രത്യേക പാക്കേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങോട്ട് എന്തായാലും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷകൾ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നുവരെ ഇപ്പൊ ഏകദേശം 9 മാസം ആവാനായി. അപ്പം ഇതുവരെ ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഒരു സഹായം കിട്ടില്ല. ആ കിട്ടിയാൽ നമുക്ക് വ്യാപാരി വ്യവസായി ജില്ലാ കമ്മിറ്റിന്റെ പേരിലുള്ള കിട്ടിയതേ ഉള്ളൂ. ബാക്കി ഒരുപാട് ആൾക്കാരന്ന് പല സഹായങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരും ഇതും ഇതുവരെ അതല്ലാതെ വേറൊരു ഇതും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഒരുപാട് ചെറിയ സംഘടനകളെല്ലാം നമുക്ക് വേണ്ടിയിട്ട് പലതും ചെയ്തു തന്നിട്ടുണ്ട്. സംഘടനകളൊക്കെ ഇപ്പം ആരും കുറെ തലമുറയിലെ മിഠായി വിതരണ സംഘടനകളും മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളും എല്ലാവരും നമുക്ക് നല്ലൊരു സപ്പോർട്ടും ഇത് ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ആശ്വാസ വാക്കായിട്ട് തന്നിട്ടുണ്ട്. അതിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഒരുപാട് പണ്ഡിതന്മാരും സന്യാസിമാരും പള്ളിയിലെ അച്ഛന്മാരും ഒക്കെ വന്നിട്ട് നമുക്ക് നല്ലൊരു ഇതുണ്ടായിരുന്നു. അവരെല്ലാം ഒരു പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് ഇതെല്ലാം സഹിക്കാനുള്ള ശക്തി തന്നത്. ഈ സംഭവം നടന്ന സമയത്ത് അവിടെ എത്തിയ ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ സഹായം വാഗ്ദാനം ചെയ്തവരൊക്കെ തന്നെ പിന്നീട് ഈ കാലയളവിൽ പിന്നീട് അങ്ങോട്ട് വരികയോ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് അന്വേഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ?
ഇതുവരെ അതിന് ശേഷം പിന്നെ അങ്ങനെ ആരും ഇതുവരെ അങ്ങനെ അന്വേഷിച്ചിട്ടില്ല. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പൊ പറയുന്നത് ഇപ്പൊ നമ്മുടെ വ്യാപാര വ്യവസായ താല്പര്യത്തിന്റെ നേതാക്കന്മാർ റിയാസ്, പിന്നെ താജുദ്ദീൻ, ജയരാജൻ ഉള്ള ആ ടീമാണ് നമുക്ക് വേണ്ടിയിട്ട് അന്നും ഇന്നും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നുള്ളതായ നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട്. എല്ലാവരും ഇല്ല, അന്ന് നമ്മളെ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ജീവനക്കാർക്ക് വേണ്ടിയുള്ള സഹായത്തിനും മറ്റുള്ള എല്ലാ ഇതിനു വേണ്ടിയിട്ടും അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാതെയാണ്. അതുപോലെ തലപ്പുറം ഒരുപാട് സംഘടനകളും ഉണ്ട്. അത് വലിയ തകർച്ച നേരിട്ടപ്പോൾ കൈത്താങ്ങായത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാത്രമാണ്. ആൾക്കാർ ആ ടീമിനെ പറ്റി നമുക്ക് എത്ര പറഞ്ഞാലും അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇത് നിങ്ങളെ എടുത്ത പത്രക്കാരും നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതുപോലുള്ള ഇടയ്ക്കിടയിലെ ന്യൂസ് കൊടുത്തിട്ടും ചെയ്തിട്ടെല്ലാം ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു ഇത് തന്നെയാണ്. അപ്പൊ ഇനിയുള്ള ഇപ്പൊ പുതിയ ഗവൺമെന്റ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പോലത്തെ പത്രക്കാർ കൂടുതലും അതിന് പിന്നെ പരിശ്രമിക്കണമെന്ന് ഞങ്ങളോട് പറയാൻ പറ്റും. ശരി, പുതിയ ഉണ്ടല്ലോ തലമുറ. ശരി ശരി. ശ്രീ എം കെ മനോഹരൻ, എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ ഒരു അപകടം സംഭവിക്കുമ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ തന്നെ ഉണരും, വലിയ സഹായ വാഗ്ദാനങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിക്കും. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ അവരതൊക്കെ അങ്ങ് മറക്കും. അത് തന്നെയാണ് തളിപ്പറമ്പിൽ സംഭവിച്ചത്. അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പം ഇതിന്റെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഈ സംഭവം നടന്നിട്ട് 9 മാസം കഴിഞ്ഞു. ജൂലൈ 9 മുതൽ ഈ സ്വാഭാവികമായിട്ട് ഒരു വർഷത്താൻ പോവുകയാണ്. ഈ ഒരു വർഷമാകുമ്പോഴും ഈ കോംപ്ലക്സിലെ വ്യാപാരികൾ ഇപ്പോഴും പണി തുടരുകയാണ്. അതായത് വീണ്ടും ഷോപ്പ് തുറക്കേണ്ട നിർമ്മാണ ജോലിയിലാണ് ഉള്ളത്. അത് ആലോചിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കും. ഇപ്പം പിന്നെ നോക്കിയാൽ കാണുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ അവിടെ ഈ ഷാലിമാറിന്റെ തൊട്ടപ്പുറത്ത് 3 കട തൊട്ടപ്പുറത്ത് ഒരു ജ്വല്ലറി ഉണ്ട്. ഈ ജ്വല്ലറിക്കും അന്ന് തീ പിടിച്ചായിരുന്നു. ജ്വല്ലറിന്റെ അകത്തേക്ക് തീ കയറാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ബാഹ്യമായ കെട്ടിടത്തിന്റെ ഇന്റീരിയർ ഉൾപ്പെടെയുള്ളതെല്ലാം കത്തി നശിച്ചിന്. കഴിഞ്ഞ 2 ദിവസമായിട്ട്, അതായത് ഇന്നലെയും ഇന്നും ആ ജ്വല്ലറി അടച്ചിട്ടിട്ട് അതിന്റെ വർക്ക് നടക്കുകയെന്ന്. കാരണം അവരൊക്കെ ഒരു പ്രതീക്ഷ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇതിന്റെ ഒക്കെ ഒരു നഷ്ടപരിഹാരം ലഭിക്കും. അപ്പോ ഇതൊക്കെ നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വന്ന് നോക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റിപ്പോർട്ടിൽ നെഗറ്റീവ് വരുമെന്നൊക്കെ കരുതിയിട്ട് കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് ആ തീപിടുത്തത്തിന്റെ അവശിഷ്ടം പേറിക്കൊണ്ട് തന്നെയാണ് ആ ജ്വല്ലറി തുറന്ന് പ്രവർത്തിച്ചത്. കഴിഞ്ഞ മിനിഞ്ഞാന്നാണ് അവർ അടച്ചുകൊണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തി ആരംഭിച്ചിരിക്കുന്നത്. 3-4 ദിവസം അടച്ചിട്ടിട്ട് അതിന്റെ വർക്ക് നടത്തണം. പിന്നെ ഇവര് ചിലരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ ഇൻഷുറൻസ് ഉണ്ട്. ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും വലിയ തുക ഇവർക്ക് ലഭിക്കും. പിന്നെ എന്തിനാ സഹായം എന്നൊക്കെയുള്ള ചില പിന്നെ എന്താ പറയേണ്ടത് ചില ആളുകളുടെ ചോദ്യമുണ്ട്. വസ്തുതയായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. 2 പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ ഇൻഷുറൻസ് കമ്പനികൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു സ്ഥാപനം പലരും ഇൻഷൂർ ചെയ്യാറുണ്ട്. മഹാഭൂരിപക്ഷം ആളുകളും ഇൻഷൂർ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയുടെ ഒക്കെ നഷ്ടമാണ് ഉണ്ടായതെങ്കിൽ അതിന്റെ എത്രയോ ദശാംശം പോലും നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ലഭിക്കാറില്ല. തളിപ്പറമ്പിൽ തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്ന പല തീപിടുത്തത്തിന്റെയും നഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് ഈ തുക ലഭിച്ചിട്ടില്ല. തളിപ്പറമ്പ് ചുറ്റുവട്ടത്തെ എനിക്കറിയാവുന്ന 3-4 കോടി രൂപയുടെ നഷ്ടമുണ്ടായിരിക്കുന്ന ഫ്ലൈവുഡ് കമ്പനികൾ ഉൾപ്പെടെ തീപിടിച്ചപ്പോൾ അവരൊക്കെ ഫുൾ പിന്നെ ഇൻഷൂർ ചെയ്തതാ. അവരൊക്കെ ഹൈക്കോടതിയിൽ ഇപ്പൊ കേസ് കൊടുത്തിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഇൻഷുറൻസിന്റെ തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പോലും പറയുന്ന മനുഷ്യന്മാരുള്ള നാടാണിത്. ആ രീതിയിൽ ഒരു പൈസ പോലും ഞാൻ മനസ്സിലാക്കിയത്തോളം 1 രൂപ പോലും കെ വി കോംപ്ലക്സിലെ ഒരു വ്യാപാരിക്കും ഇൻഷുറൻസ് തുകയായിട്ട് കിട്ടിയിട്ടില്ല. കിട്ടിയെന്ന് പറയുന്ന തുക വ്യാപാരി വ്യവസായ ഏകോപന സമിതി നൽകിയ ഒരു സഹായം മാത്രമാണ്. അത്തരമൊരു അവസ്ഥയിൽ ഈ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ നഷ്ടം. ഇപ്പൊ രാജധാനി സൂപ്പർ മാർക്കറ്റ് ഒരു തളിപ്പറമ്പിലെ ഒരു നല്ലൊരു സൂപ്പർ മാർക്കറ്റാണ്. ആ സൂപ്പർ മാർക്കറ്റിൽ തീപിടിച്ചപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ സാധനം നശിച്ചു. പിറ്റേത്തെ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് സന്നദ്ധ പ്രവർത്തകർ അത് എടുത്തു കൊണ്ടുപോകുമ്പോൾ അതിന്റെ ദൃക്സാക്ഷ ആയ ഒരു വ്യക്തിയാണ് ഞാൻ. ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഫയർഫോഴ്സുകാര് മണിക്കൂറുകളോളം അതിൻ്റെ അകത്തേക്ക് വെള്ളം അടിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് കത്താത്ത സാധനങ്ങൾ ഓട്ടോമാറ്റിക്കലി നശിക്കുകയും ചെയ്തു. എത്ര ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിന്, ആ സ്റ്റോക്ക് മുഴുവൻ നശിച്ചു. ഇതൊക്കെ എല്ലാവരും കണ്ടതാണ്. ഉദ്യോഗസ്ഥ പ്രമുഖര് കണ്ടതാണ്, ജില്ലാ കലക്ടർ കണ്ടതാണ്, SP കണ്ടതാണ്, DIG കണ്ടതാണ്,
പിന്നെ നഗരസഭാധികാരികൾ കണ്ടതാണ്, MLA കണ്ടതാണ്, മന്ത്രിമാർ കണ്ടതാണ്. എന്തിന് AFCയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് വന്ന് ഇതൊക്കെ കണ്ടവരാണ്. കഴിഞ്ഞ ഭരണത്തിലുണ്ടായിരുന്ന CPMന്റെ പ്രമുഖ നേതാക്കന്മാർ മുഴുവൻ, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ വന്നിരുന്നു. ഈ ഭരണത്തിന്റെ പിന്നെ KPCC നിലവിലുള്ള KPCC പ്രസിഡന്റും മന്ത്രിയും ആയ സണ്ണി ജോസഫ് അവർ വന്നിരുന്നു. ഇവരൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ആ കാര്യത്തിലാണ് കഴിഞ്ഞ ഗവൺമെന്റ് ഉദാസീനമായി പെരുമാറി. ഇപ്പൊ പുതിയ ഗവൺമെന്റ് വന്നിരിക്കുന്നു. പുതിയ ഗവൺമെന്റിന്റെ അത്രയും ദിവസങ്ങളായിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്കൊരു വലിയ കുറ്റപ്പെടുത്തൽ അതിനെ നടത്തുന്നില്ല. പക്ഷെ അവരിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു നീക്കങ്ങളല്ല തുടക്കത്തിലൊക്കെ നടക്കുന്നത്. എന്തെങ്കിലും ഒരു സ്പീഡ് നടത്തണ്ടേ? അതിന് ഒരു സ്പീഡും നടക്കുന്നില്ല. ഈ വ്യാപാരികൾ നിരാലംബരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇത് വളരെ മോശമാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിന് തന്നെ അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഒരു സർക്കാരിനും ഈ രീതിയിൽ അവരുടെ വ്യാപാരികളെ അല്ലെങ്കിൽ അവരുടെ ജനത്തോട് പെരുമാറരുത് എന്നാണ് പറയാനുള്ളത്. ശരി. ശ്രീ KS റിയാസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിലേറിയിരിക്കുകയാണ്. ആ സർക്കാരിൽ പ്രതീക്ഷയുണ്ടോ? ആ സർക്കാരെങ്കിലും ഈ വ്യാപാരികൾക്ക് നേരിട്ട വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം അല്ലെങ്കിൽ പ്രത്യേക സഹായ പാക്കേജ് എന്തെങ്കിലും പ്രഖ്യാപിക്കുമെന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഇനി സർക്കാരിൽ നിന്നും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ, ഈ സർക്കാരിൽ നിന്നും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ സമരരംഗത്ത് ഇറങ്ങാൻ തന്നെയാണോ വ്യാപാരി സംഘടനയുടെ തീരുമാനം? തീർച്ചയായിട്ടും നമ്മൾക്ക് പുതിയ സർക്കാരിൽ വലിയ പ്രതീക്ഷയുണ്ട്. പഴയ സർക്കാരിൽ പ്രതീക്ഷ ഇല്ലായ്മയുണ്ടായിട്ടില്ല. പക്ഷെ അതെന്താ വയ്യ എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾക്ക് ഒരു സങ്കടം. നമ്മളതിന് കഴിഞ്ഞ കാലങ്ങളിലേക്ക് പോകുന്നില്ല. എന്ത് തന്നെയായാലും ഇപ്പോൾ പുതിയ സർക്കാർ വന്നിട്ടുണ്ട്. പുതിയ സർക്കാർ MLAയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അടുത്തൊക്കെ പോയപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ നമ്മൾക്ക് ഇതുവരെ സർക്കാർ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് ഇവിടെ കലക്ടറേറ്റിലും അതുപോലെ തന്നെ ഇവിടെയുള്ള തഹസിൽദാർക്കും തുടർന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൊടുത്ത ഫയലിന്റെ കോപ്പികൾ അതുപോലെ നമ്മുടെ രേഖകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ കൈമാറുകയും അതുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടാണ് TK ഗോവിന്ദൻ MLA നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തഹസിൽദാർ, കാരണം ഞാനും താജുദ്ദീനും ജയരാജൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മൾ പല ഓഫീസുകളിലും പല ആവശ്യങ്ങൾക്ക് പോവാറുണ്ട്. പക്ഷെ ഈ ഒരു ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ഇവിടെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഓഫീസർമാരും ഉദ്യോഗസ്ഥന്മാരും വളരെ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അവർ നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. തുടർ നടപടികൾ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മോട് സൂചിപ്പിക്കാറുണ്ട്. അതുപോലെ സംഘടനയുടെ ഭാഗത്ത് നിന്ന് നമുക്കറിയാം, നമ്മൾ ഓരോ 2 വർഷം കൂടുമ്പോഴും കൃത്യമായ തിരഞ്ഞെടുപ്പ് നടത്തി പോകുന്ന ഒരു സംഘടനയാണ്. സത്യത്തിൽ നമ്മുടെ ഈ പ്രാവശ്യത്തെ ജനറൽ ബോഡി പോലും നമ്മൾക്ക് നീളാനുള്ള കാരണം ഈ ഒരു വിഷയം കിട്ടിയിട്ട് ഈ ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നീണ്ടുപോയത്. കാരണം നമ്മൾക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഈ ഒരു ഭരണസമിതിയിൽ നമ്മൾക്ക് എന്താവണം, നല്ല രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരം നമ്മുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്ക് നൽകണം എന്ന പേരിൽ. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ നിരന്തരം പ്രവർത്തിക്കുകയും മറ്റുമൊക്കെ ചെയ്തത്. ഞാൻ നേരത്തെ ഒരു പോയിന്റ് വിട്ടുപോയത്, ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് മനോഹരട്ടൊക്കെ കൃത്യമായിട്ട് അറിയാം. പല രീതിയിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പല ആളുകളും വല്ലാത്ത രീതിയിൽ നമ്മുടെ മാനസികമായിട്ട് സംഘടനയും അതിലും മുന്നിൽ പ്രവർത്തിക്കുന്ന മുനിസിപ്പാലിറ്റി അധികാരികളടക്കമുള്ള ആളുകളെയൊക്കെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സംഘടനയുടെ മനോബലം നിർജ്ജീവപ്പെടുത്തുന്നതിന് ജന്മിമാരെ നമ്മളിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രവർത്തനം നടത്തിയെങ്കിൽ പോലും ദൈവത്തിന്റെ ഒരു ഒരു സഹായം നമുക്ക് ഉണ്ടാവല്ലോ. ഒരു അനുഭവം കൂടി ഈ ഒരു സമയത്ത് പറയാണ്. നമ്മൾ കത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു തന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നാരായണൻ എന്നാണ്. അദ്ദേഹം നമ്മൾ സങ്കടപ്പെടുമ്പോൾ പുറന്തട്ടിയിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ഇതൊരു അഗ്നിശുദ്ധിയാണ്. ഈ ഒരു അഗ്നിശുദ്ധി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്ന രീതിയിൽ. കാരണം അത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾക്ക് ഒരു പ്രതീക്ഷയില്ലായ്മയില്ല. പുതിയ ഗവൺമെന്റിനോട്, പുതിയ ഉദ്യോഗസ്ഥന്മാരോട്, പുതിയ ആളുകൾക്ക് എന്ത് തന്നെയായാലും കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ്. അതൊന്നും സാധിച്ചില്ല എങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ നമ്മൾ ജനങ്ങളോടും അധികാരികളോടും അതുപോലെ തന്നെ നമ്മുടെ മെമ്പർമാരെയും ബോധിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മൾക്ക് ഈ രീതിയിൽ ഒരു ആനുകൂല്യം നൽകിയില്ലെങ്കിൽ, ഒരു പാക്കേജ് നൽകിയില്ലെങ്കിൽ, ഒരു സഹായം നൽകിയില്ലെങ്കിൽ, കാരണം ഇവിടെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഇവരെ സഹായിച്ചില്ലെങ്കിൽ ആര് സഹായിക്കും? നമ്മുടെ മനോഹരട്ടം പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാര്യം തന്നെയാണ് സർക്കാരിനെ സ്നേഹിക്കുന്ന, സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളിലും ഉൾക്കൊള്ളുന്ന ഈ വ്യാപാരി സമൂഹത്തെ സഹായിക്കേണ്ടത് സർക്കാർ തന്നെയാണ്. ആ ഒരു സർക്കാർ മുന്നിട്ടിറങ്ങണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇനിയും സഹായമൊന്നും ലഭിച്ചില്ലെങ്കിൽ പിന്നൊന്നും നോക്കാനില്ല, സമരരംഗത്ത് തന്നെയാണ്.
നമ്മൾ അത് ആ രീതിയിൽ തന്നെ എങ്ങനെയാണോ അത് പ്രതിഷേധിക്കേണ്ടത്, എങ്ങനെയാണോ അത് ജനങ്ങളിൽ എത്തിക്കേണ്ടത്, എങ്ങനെയാണോ അത് കാര്യം നമുക്കറിയാലോ. ചില സമയങ്ങളിൽ അത് ശക്തമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ഒക്കെ തീരുമാനം. ശരി. ശ്രീ MP മൊയ്തു, അന്ന് തീപിടുത്തത്തിൽ നാശനഷ്ടം നേരിട്ട എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? എന്താണ് അവരുടെയൊക്കെ ഒരു സാഹചര്യം? എല്ലാവരും ചുരുക്കം ഒരു 3 പേരെങ്ങാനും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി പേര് തുടങ്ങാനുള്ള തയ്യാറെടുപ്പ്. എല്ലാവർക്കും സാമ്പത്തികമായിട്ട് പ്രയാസത്തിലാണെന്നുണ്ടെന്നാണ് അറിഞ്ഞത്. എല്ലാവർക്കും പുനരുദ്ധരിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് ഒക്കെ എല്ലാവർക്കും വേണം. അപ്പൊ അവരെല്ലാം പണികളെ തുടങ്ങി പരിക്കാക്കി വെച്ചിരിക്കുകയെന്നാണ് അറിഞ്ഞത്. എല്ലാവരും പ്രതീക്ഷ ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള നിങ്ങളൊരു പുതിയ ഗവൺമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹായം കിട്ടുന്നുള്ള പ്രതീക്ഷയിലുണ്ട്. ആ പ്രതീക്ഷ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ പലരും ലോണൊക്കെ എടുത്തിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവരാവും. അവരൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. എല്ലാവരും പ്രതിസന്ധി തന്നെയാണുള്ളത്. എല്ലാവരും പിന്നെ ഇങ്ങനെ ബാങ്ക് ലോൺ എടുക്കുന്നതും ഗോൾഡ് ലോൺ വെച്ചിട്ട് എല്ലാം ചെയ്യുന്നത് അറിഞ്ഞത്. ഈ സർക്കാർ സഹായം പ്രതീക്ഷിച്ച് തന്നെ ഇരിപ്പാണ് എല്ലാവരും. കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണുള്ളത്. അതായത് ഇതിനു മുമ്പ് ഈ പിന്നെ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്തും കോഴിക്കോടൊക്കെ ഒരു പ്രത്യേക പാക്കേജ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ള ആ ഒരു പിന്നെ ഇതാണെന്ന് നേതാക്കന്മാർ MLA-മാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും കിട്ടും എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ അത് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ ഉള്ളത്. പുതിയ സർക്കാരിലും പുതിയ MLA-യിലും പ്രതീക്ഷയുണ്ട്. ഉണ്ട്. അതുപോലെ നിങ്ങളെ പോലത്തെ പത്രക്കാർ അതിനുവേണ്ടി കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അതിനല്ലേ നമ്മൾ ഈ ചർച്ച തന്നെ വെച്ചത്. അവസാനമായി ശ്രീ MK മനോഹരൻ, മനോഹരേട്ടനിൽ അന്ന് മുതൽ നന്നായിട്ട് ഇപ്പം മനോഹരേട്ടന്റെ വ്യക്തമായിട്ട് പറഞ്ഞില്ല. ശരി. ശ്രീ MK മനോഹരൻ, ഈ സർക്കാരിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുകയാണ് നാശനഷ്ടം നേരിട്ട വ്യാപാരികളും വ്യാപാരി സംഘടനയും ഒക്കെ തന്നെ. ഇനി അഥവാ ഈ സർക്കാരിൽ നിന്നും അനുകൂലമായൊരു നടപടി, ഈ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരരംഗത്ത് ഇറങ്ങാൻ തന്നെയാണ് ഈ വ്യാപാരികളുടെയും വ്യാപാരി സംഘടനകളുടെയും തീരുമാനം. അങ്ങനെ സമരരംഗത്ത് ഇറങ്ങണം എന്ന് തന്നെയാണോ താങ്കളുടെ ഒരു അഭിപ്രായം? ഏത് തരത്തിലായിരിക്കും അവർക്ക് മാധ്യമപ്രവർത്തകരുടെ ഒരു പിന്തുണ? തളിപ്പറമ്പിലെ മാധ്യമ പ്രവർത്തകര് ഏത് മാധ്യമമായാലും, അത് പ്രിന്റ് മീഡിയ ആയാലും ദൃശ്യമാധ്യമമായാലും ഇപ്പൊ ഏത് മാധ്യമമായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളോടൊപ്പം അല്ലെങ്കിൽ അവരുടെക്കാളും ഒരു ചുവട് മുന്നിലായിട്ട് അവരെ സഹായിക്കാൻ തയ്യാറായിട്ട് നിന്നവരാണ്. അത് ഇനിയും തുടരുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ തീപിടുത്തം ഉണ്ടായതിനു ശേഷം മത്സരിച്ചിട്ടായിരുന്നു യുവജന സംഘടനകളൊക്കെ ഇവിടെ വരികയും ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിന്, ട്രാഫിക് നിയന്ത്രിക്കുന്നതിന്. അവരൊക്കെ ആ ദിവസങ്ങൾ ചെയ്ത സേവനത്തെ അല്പം പോലും കുറച്ച് കണ്ടുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ അതിനുശേഷം ഈ വ്യാപാരികൾക്ക് എന്ത് സംഭവിച്ചു എന്നത് കൂടി അവർ അന്വേഷിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു അന്വേഷണത്തിനിടയിൽ അവർ കണ്ടെത്തുന്ന ഈ യാഥാർത്ഥ്യം, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന യാഥാർത്ഥ്യം, ഈ വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെങ്കിൽ വ്യാപാരികളുടെ മാത്രമായ ഒരു സമരമായി അത് മാറ്റാതെ അത് തളിപ്പറമ്പിലെ പൊതുസമൂഹത്തിന്റെ ഒരു ആവശ്യമായി ഉന്നയിച്ച് മുഴുവൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും അവരോടൊപ്പം ചേർന്ന ഒരു സമര പരിപാടി ആവിഷ്കരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് കേവലം വ്യാപാരികളുടെ മാത്രം പ്രശ്നമല്ല. കാരണം നമുക്കെല്ലാം അറിയാവുന്നതാണ്, തളിപ്പറമ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു രോഗിക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യന്റിന് ഒരു പണം പിരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ സമീപിക്കുന്നത് ഈ വ്യാപാരികളെയാണ്. ഈ KV കോംപ്ലക്സിലെ ഉൾപ്പെടെ തളിപ്പറമ്പിലെ വ്യാപാരികളെയാണ് ആദ്യം സമീപിക്കുക. അവരൊക്കെ നിർലോഭമായ എല്ലാ പരിഗണനകളും മാറ്റിവെച്ചുകൊണ്ട് സഹായിക്കാറുണ്ട് തളിപ്പറമ്പിലെ വ്യാപാരികൾ. എത്രയോ അതിന്റെ വാർത്തകളും കഥകളും ഒക്കെ തളിപ്പറമ്പുകാർ വായിച്ചറിഞ്ഞതാണ്. അങ്ങനെയുള്ളൊരു വ്യാപാരികൾക്കൊരു പ്രശ്നം വരുമ്പോൾ അത് വ്യാപാരികളുടെ മാത്രം പ്രശ്നമാണ്. അത് വ്യാപാരികൾ വേണമെങ്കിൽ സമരം ചെയ്തോട്ടെ, അവർ വേണമെങ്കിൽ ധർണ നടത്തിക്കോട്ടെ എന്നതിനപ്പുറത്ത് മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാംസ്കാരിക സംഘടനകളും അവർക്ക് പിന്നിലോ മുന്നിലോ നിന്നുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കണം. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA-യുടെ ശ്രദ്ധയിൽ നമ്മളും ഇക്കാര്യം, തളിപ്പറമ്പിലെ മാധ്യമപ്രവർത്തകരും ഇക്കാര്യം പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു ശുഭപ്രതീക്ഷയാണ് തളിപ്പറമ്പിലെ മാധ്യമപ്രവർത്തകർക്കും ഉള്ളത്. ശരി. കഴിഞ്ഞ വർഷം തളിപ്പറമ്പിലുണ്ടായത് കേരളത്തെ തന്നെ ഞെട്ടിച്ച വലിയ ഒരു തീപിടുത്തമായിരുന്നു. ആ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ, കോടികളുടെ നഷ്ടമാണ് നിരവധി വ്യാപാരികൾക്ക്, വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉണ്ടായത്. അവരൊക്കെ തന്നെ പ്രതീക്ഷ അർപ്പിച്ചത് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം, നഷ്ടപരിഹാരം, പ്രത്യേക പാക്കേജ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ ഇതുവരെയും അത്തരമൊരു അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. പുതിയ സർക്കാരിലും തളിപ്പറമ്പിലെ പുതിയ MLA-യിലും വലിയ പ്രതീക്ഷ അർപ്പിക്കുകയാണ് വ്യാപാരികളുമൊപ്പം വ്യാപാരി സംഘടനകളും. എത്രയും പെട്ടെന്ന് ഈ വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക പരാധീനതകളിലാണ്
ഈ വ്യാപാരികൾ ഒന്നടങ്കമുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ദുരിതാവസ്ഥ പരിഹരിക്കാൻ സർക്കാരും ബന്ധപ്പെട്ട സ്ഥലം MLAയും ഉൾപ്പെടെ അടിയന്തരമായി ഇടപെടുമെന്ന് തന്നെയാണ് ഈ ചർച്ച കൊണ്ട് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത KS റിയാസ്, MP മൊയ്തു, MK മനോഹരൻ 3 പേർക്കും നന്ദി അറിയിക്കുകയാണ്. ഓപ്പൺ ഫോറത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.